മാമിന്റെ കാലഘട്ടത്തിലെ സ്ത്രീകളിൽ നിന്ന് ഇന്നത്തെ സ്ത്രീകൾ ഒത്തിരി മാറിയിട്ടുണ്ട്. ഒരുപാട് മാറിയിട്ടുണ്ട്. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നാണ് പറയുന്നത്. അത് ഭർത്താവ് ചെയ്താലും പിതാവ് ചെയ്താലും സഹോദരൻ ചെയ്താലും നോ എന്ന് പറയാനും പ്രതികരണ ശേഷി ഉണ്ടായില്ലെങ്കിൽ സ്ത്രീ എന്നും സ്ത്രീ ആയി. എന്താ ബോയ് ഫ്രണ്ട് വന്നിട്ട് നമ്മളെ ഒരിക്കലും ലീക്ക് ആവില്ല, നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവത്തുള്ളൂ. ഒരുപാട് പെണ്ണുങ്ങൾ അതിൽ വീണ് പോവാറുണ്ട്. എല്ലാ സ്ത്രീകളെയും ജയലളിതയുടെയും സോണിയാഗാന്ധിയുടെയും മമതാ ബാനർജിയുടെയും നിലവാരത്തിൽ കാണാൻ പറ്റില്ല. 13 വയസ്സുകാരി ഒരു അപ്പൂപ്പനെ കൊന്നു. എവിടെയാ സാറേ സ്ത്രീ ബോൾഡ് അല്ലാത്തത്? അല്ലല്ല, ക്രിമിനൽ മൈൻഡുള്ള സ്ത്രീകളാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. സൈക്കോളജിസ്റ്റിന് എടുത്ത് ഇടുന്നതിനെക്കാട്ടി കൂടുതൽ ആളുകൾ അഭിഭാഷകൻ എടുത്തുണ്ട്. അവിടെ ഒരു ക്ഷേത്രമുണ്ട്, കാമാഖ്യ. ഇണയത് സമ്മതമില്ലാതെ പ്രദർശിപ്പിക്കുന്നതും പ്രദർശിപ്പിക്കാൻ കൊടുക്കുന്നതും തെറ്റ് തന്നെയാണ്. പ്രിയ ഷൈൻ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇതിപ്പോ ഇത്തരം വിഷയങ്ങളിൽ സ്ത്രീകൾ ഒരുപാട് ഇതിൽ സ്ത്രീ ഇരയാകപ്പെടുന്നു. ഇത് സ്ത്രീക്ക് തടയാൻ കഴിയുന്നില്ലേ? അതോ എന്താണ് ഇതിന്റെ പിന്നിൽ? എന്താണ് ഇതിന്റെ ഒരു സാഹചര്യം? എന്താണ് ഇവിടെ അഡ്വക്കേറ്റ് പ്രശാന്ത് വി കുറുപ്പ് സാറ് പറഞ്ഞ, ആദ്യം ഞാൻ അത് പറഞ്ഞിട്ട് പറയാം. അതായത് അദ്ദേഹം പറഞ്ഞത് ഭാര്യയും ഭർത്താവും തമ്മിൽ ഇണ ചേരുമ്പോൾ, അതായത് ഡിവൈൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ ഇണ ചേരുക എന്ന് പറയുന്നത്. അങ്ങനെ ഇണ ചേരുന്ന സമയത്ത് വീഡിയോ എടുത്ത് അത് പോൺ സൈറ്റിൽ പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞ് ആണിനെ കുറ്റപ്പെടുത്തുന്നു. ഞാൻ പക്ഷെ ഒരിക്കലും ആ ഒരു നിലപാടിനോട് യോജിക്കുന്നില്ല. ഒരു സ്ത്രീ തൻ്റെ ഭർത്താവുമായിട്ട് താൻ ഇണ ചേരുമ്പോൾ, അങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ആ സ്ത്രീ അത് നിരുത്സാഹപ്പെടുത്തേണ്ടതും തങ്ങളുടെ സ്വകാര്യതയ്ക്കുള്ളിലെ സ്വകാര്യത എന്തിന് അവിടെ ചിത്രീകരിക്കുന്നു? അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ അവിടെ ഒരിക്കലും ഒരു പക്ഷേ ഒരു വളരെ പവിത്രമായ ഒരു അയാൾക്ക് മനസ്സിലുണ്ടായിരുന്ന റിലേഷൻ ആയിരിക്കണം എന്നില്ല ഈ സ്ത്രീക്കുണ്ടായിരിക്കുക. അവൾ എത്രത്തോളം സ്നേഹിക്കപ്പെടാൻ വേണ്ടി അയാളുടെ ഇംഗിതത്തിനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ചിലപ്പോൾ അയാൾ ഇത്തരം താല്പര്യങ്ങളുമായി മുന്നോട്ട് വരുമ്പോൾ ചിലപ്പോൾ ചില സമയത്ത് കണ്ണടച്ചിട്ടുണ്ടാവാം. അവിടെ ഒരു ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടാവും. ഇമോഷണൽ ബോണ്ടിങ് ഇമോഷണൽ ബോണ്ടിങ് ഉണ്ട്. ഞാൻ അതവിടെ മാറ്റിവെക്കാം. രണ്ടാമത് അഡ്വക്കേറ്റ് സാറ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. കുട്ടിയുടെ മുമ്പിൽ വെച്ച് സ്വയംഭോഗം സ്വന്തം അച്ഛൻ ചെയ്തിട്ട് അത് പ്രചരിപ്പിച്ചു, അല്ലെങ്കിൽ അത് അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് അതൊരു യഥാർത്ഥ സൈക്കോളജിക്കലായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ അത് സ്വന്തം മാതാവ് അത് അറിയുന്നില്ലേ? ഏതൊരു കുടുംബത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഞാൻ മാം പറയുന്ന വേർഷൻ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മുടെ വീട്ടിലാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ തിരുത്താൻ ശ്രമിക്കുകയല്ലാതെ നിവൃത്തികേട് വരുന്നിടം വരെ നമുക്കിത് ഒരിക്കലും ഇല്ല. സ്ത്രീ നിവൃത്തികേടിന്റെ ഒക്കെ കാലം കഴിഞ്ഞു മാഷെ. നിവൃത്തികേട് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ലിസ്റ്റിലില്ല. നമ്മളുടെ ശരീരഭാഗങ്ങൾ അല്ലെങ്കിൽ നമ്മൾക്ക് പിന്നെ അഭികാമ്യമായ ഒരു സംഭവമല്ല അത്. ഏതൊരു പുരുഷൻ ചെയ്താലും, അത് ഭർത്താവ് ചെയ്താലും പിതാവ് ചെയ്താലും സഹോദരൻ ചെയ്താലും നോ എന്ന് പറയാനും പ്രതികരണ ശേഷി ഉണ്ടായില്ലെങ്കിൽ സ്ത്രീ എന്നും സ്ത്രീ ആയി തന്നെ തുടരുമെന്നാണ് എനിക്ക് പറയേണ്ടത്. ഞാൻ മാമിന്റെ കാലഘട്ടത്തിലെ സ്ത്രീകളിൽ നിന്ന് ഇന്നത്തെ സ്ത്രീകൾ ഒത്തിരി മാറിയിട്ടുണ്ട്. ഒരുപാട് മാറിയിട്ടുണ്ട്. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നാണ് പറയുന്നത്. പാലക്കാടൻ ഒരു ഗ്രാമീണ ഒരു പശ്ചാത്തലത്തിൽ നിന്നും എൻ്റെ അമ്മയെ പാലായിലേക്ക് വിവാഹം കഴിച്ചു കൊണ്ടുവന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ ഡോക്ടറുടെ മോനാണ്. അച്ഛൻ്റെ ചിട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണും മിണ്ടിയാലും അദ്ദേഹത്തിന് സംശയമാണ്. ആ ഒരു ചിട്ടവട്ടത്തിൽ നിന്നുകൊണ്ട് 50-51 വർഷത്തോളം നിശബ്ദയായി ജീവിച്ച ഒരമ്മയുടെ മകളാണ് ഞാൻ. അപ്പം ഞാൻ കണ്ടുപഠിച്ചത് പുരുഷനും സ്ത്രീക്കും തുല്യത വേണം എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു ഇതാണ്. പക്ഷേ എപ്പോഴും നമ്മൾ ഒരു പുരുഷനെ അനുസരിച്ചും ബഹുമാനിച്ചും ആദരിച്ചും ജീവിക്കുന്ന ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു അമ്മ, അവരുടെ കുടുംബം നന്നാവുമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അതുല്യ, എന്താ ഈ പുതിയ തലമുറയ്ക്ക് ഇതിൻ്റെ ഒരു വേർഷൻ പറയുന്നത്? ഒരു കാമുകൻ ഭർത്താവ് അവരൊക്കെ ഇത്തരത്തിലൊരു താല്പര്യം മുൻപോട്ട് കൊണ്ടുവരുമ്പോൾ ഒരു പക്ഷേ കാമുകനെ പൂർണ്ണമായും അല്ലെങ്കിൽ ഭർത്താവിനെ പൂർണ്ണമായും വിശ്വസിച്ചു പോകുന്നതിൻ്റെ ഒരു ചതി ഇതിൻ്റെ പിന്നിലുണ്ടോ? ഇതിൽ പുതിയ തലമുറ പഴയ തലമുറ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ നോർമലി സംസാരിക്കണമെന്ന് വിചാരിക്കരുത്. ഒരു സ്ത്രീ എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ചില സമയത്ത് ചില ആൾക്കാരുടെ മാനസികാവസ്ഥ അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഒരു സ്ത്രീ പെത്തറ്റിക് ആയിട്ടൊരു സ്നേഹം ഡെസ്പറേറ്റ് ആയിട്ട് നമ്മളിങ്ങനെ നോക്കി നിൽക്കുന്നൊരു സ്ത്രീ ആയിരുന്നെങ്കിൽ അവരുടെ ചിലപ്പോൾ ബോയ് ഫ്രണ്ട് ഇങ്ങനെ പറയുമായിരിക്കും, ലൈക്ക് ഇങ്ങനെ ചെയ്യട്ടെ ചോദിക്കുമ്പോൾ ഫസ്റ്റ് നിരസിച്ചെങ്കിലും ഒരു പക്ഷേ അവർ ഫോഴ്സ് ചെയ്യുകയാണെങ്കിൽ യെസ് പറഞ്ഞു പോവായിരിക്കും. അല്ലെങ്കിൽ കൺവിൻസിങ് പവർ അനുസരിച്ചിരിക്കും. ദ ബോയ് ഫ്രണ്ട് വന്നിട്ട് നമ്മളെ ഒരിക്കലും ലീക്ക് ആവില്ല, നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവത്തുള്ളൂ, ഞാനിത് ഒരു പ്രാവശ്യം ചെയ്യത്തുള്ളൂ, ആ രീതിയിൽ പറയുമ്പോൾ ഒരുപാട് പെണ്ണുങ്ങൾ അതിൽ വീണ് പോവാറുണ്ട്. പക്ഷെ അത് തെറ്റാണ്. അതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അത് തെറ്റാണ്. പക്ഷെ മാനിപ്പുലേഷൻ ആണ് അതിൽ മെയിൻ ഇഷ്യൂ. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഞാനൊരു കോമൺ അങ്ങനല്ല ഞാൻ പറഞ്ഞത്. അങ്ങനല്ല മോളൊരു വൈഫായി കഴിഞ്ഞതിന് ശേഷം
ഭർത്താവ് പറയാണ് നമുക്ക് ഇങ്ങനെ ഒരു രംഗം ഷൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ മോളുടെ ഓൺ ദ സ്പോട്ടിൽ ഉത്തരം എന്തായിരിക്കും? പറ്റില്ല എന്ന് പറയും. അല്ല, അതാണ് അല്ല, വേണ്ടത്. അല്ല, അതാണ് വേണ്ടത്. സാറ് അല്ല, ചോദിച്ച അതിനകത്തൊരു ചോദ്യത്തിന് ഉത്തരവാണത്. പ്രധാനപ്പെട്ട കാര്യമുള്ളത് എല്ലാ സ്ത്രീകളും ഈ പ്രിയ മാഡം പറഞ്ഞ രീതിയിൽ കരുത്തരും ബോൾഡ് ആയിരിക്കണം എന്നില്ല. ഉള്ളവരല്ല. സ്ത്രീ എപ്പോഴും സ്ത്രീ പുരുഷ തുല്യതയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സ്ത്രീക്ക് എപ്പോഴും കുറച്ചുകൂടി പരിഗണന കൊടുക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ 25 വർഷത്തെ അഭിഭാഷക ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ അത് ഈ ചർച്ചയിൽ നമ്മൾ പറയുന്ന ചാലക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് കുറ്റപ്പെടുത്തലുണ്ടാവാം. പക്ഷെ സ്ത്രീ എപ്പോഴും എല്ലാ സ്ത്രീകളെയും ജയലളിതയുടെയും സോണിയാഗാന്ധിയുടെയും മമതാ ബാനർജിയുടെയും നിലവാരത്തിൽ കാണാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൻപുറത്തുള്ള സ്ത്രീകൾ, ഞാൻ കണ്ടിട്ടുള്ള കേരളത്തിലെ സ്ത്രീകളെ, കേരളത്തിന് പുറത്ത് ഞാൻ സ്ത്രീകളുമായിട്ട് ക്ലയൻ്റായി വരുന്ന സ്ത്രീകൾ, അവരൊക്കെ തന്നെ പലപ്പോഴും ഭർത്താക്കന്മാരുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുകയും ഭർത്താക്കന്മാർ പറയുന്നതെല്ലാം പൂർണ്ണമായും വിശ്വസിക്കുകയും, അത് ജെൻഡർ വ്യത്യാസവുമില്ല. പുതിയ തലമുറയിൽപ്പെട്ട പെൺകുട്ടികൾ കേസുമായി വരുമ്പോൾ, അട്രോസിറ്റി അഗൻസ്റ്റ് വുമൺ കേസുമായി വരുമ്പോൾ പോലും അവർ പോലും പുതിയ നമ്മൾ ജെൻസി അല്ലെ ജെന്നിസഡ് എന്നൊക്കെ പറയുമ്പോൾ പോലും അവർ പോലും പലപ്പോഴും കാമുകനായ പുരുഷനെ വിശ്വസിക്കുന്നു. കാമുകനായ പുരുഷനെ അമിതമായി അവരെ ട്രസ്റ്റ് ചെയ്യുന്നു, അവർ പറയുന്നവണ്ണം കേൾക്കുന്നു. അവിടെ സ്ത്രീയും പുരുഷനും തമ്മിൽ ഇപ്പോഴും വലിയ വ്യത്യാസം വന്നിട്ടില്ല. പിന്നെ ഒരുപാട് വനിതാ വിമോചകരും ഒക്കെ പറയും, ഇത്തരത്തിൽ പറയുമെങ്കിലും കാലഘട്ടം ഇപ്പോഴും പുരുഷനോട് വിധേയപ്പെട്ടു പോകുന്ന സ്ത്രീകളെയാണ് നമ്മൾ കൂടുതൽ കണ്ടെത്താൻ. പക്ഷെ സാറേ അതിനോട് ഭയങ്കരമായിട്ട് ഞാൻ യോജിക്കുന്നല്ല ഞാൻ അല്ല സാറേ, ഒരിക്കലുമില്ല. ഇന്നത്തെ കാലഘട്ടത്തിലെ സ്ത്രീകൾ വളരെ ബോൾഡാണ് സാറേ. ഒരു എത്രയോ ഇന്നലെ തന്നെ ഒരു 13 വയസ്സുകാരി ഒരു അപ്പൂപ്പനെ കൊന്നു. എവിടെയാ സാറേ സ്ത്രീ ബോൾഡ് അല്ലാത്തത്? ക്രിമിനൽ മൈൻഡുള്ള സ്ത്രീകളാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. എല്ലാ സ്ത്രീകളും ക്രിമിനൽ മൈൻഡ് ഉള്ളവരാണെന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും അല്ല ഞാൻ 13 വയസ്സുകാരിയുടെ കാര്യത്തിൽ പോലും ഒരു മാഡം പറഞ്ഞതിനകത്തൊരു ഒരു വലിയ അപകടമുണ്ട്. ആ കുട്ടിക്ക് ഒരു പേരന്റിങ് കൃത്യമായി കിട്ടിയിട്ടില്ല. ആ കുട്ടിക്ക് കൃത്യമായി ഒരു 13 വയസ്സുകാരുടെ വിഷയത്തിലേക്ക് നമ്മളെപ്പോഴും അല്ല സാറ് ബോൾഡ് അല്ല, ബോൾഡ് അല്ല. തീർച്ചയായിട്ടും എല്ലാവരും ഞാൻ കണ്ടിട്ടുള്ളത് ഒരു അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ നമ്മൾ നിരന്തരമായി കുറ്റകൃത്യം അല്ലെങ്കിൽ ഫാമിലി പ്രശ്നം അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രശ്നം സൈക്കോളജിസ്റ്റിന് എടുത്ത് ഇടുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ അഭിഭാഷകനടുത്ത് സമീപിക്കും. പക്ഷെ സ്ത്രീകളല്ലേ സാർ ഏറ്റവും അധികം കുറ്റം ചെയ്യുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലെന്ന് സാറിന് പറയാൻ പറ്റുമോ? അല്ല, അതിനകത്ത് സ്ത്രീ പുരുഷ വ്യത്യാസത്തിനെ പറ്റി ഇതിന്റെ അളവെടുക്കേണ്ട ഒരു സമയം. ഒരു മിനിറ്റ് മിസ്റ്റർ ജോളി ജോസഫ്, നിങ്ങൾ കുറച്ചുകൂടെ ലോകം കണ്ട മനുഷ്യനല്ലേ. ഇത് നമ്മുടെയൊക്കെ കൈകളിലേക്ക്, ഇപ്പം ഞാൻ ഉൾപ്പെടുന്ന നമ്മുടെയൊക്കെ കൈകളിലേക്ക് പോൺ വീഡിയോസ് എത്തുന്നുണ്ട്. നമ്മളുടെ പല ആണുങ്ങളുടെ ഗ്രൂപ്പുകളിലും സ്വകാര്യ ഗ്രൂപ്പുകളിലും ഒക്കെ നമ്മൾക്ക് പോൺ വീഡിയോസ് കാണുന്നുണ്ട്. പ്രശാന്ത്, അതിനകത്ത് നമ്മളുടെ കയ്യിലേക്കൊക്കെ എത്തുന്ന പോൺ വീഡിയോകളിൽ 95% പോൺ വീഡിയോകളും കാമുകനും കാമുകയും സന്തോഷത്തോടും സ്നേഹത്തോടും റെക്കോർഡ് ചെയ്ത. തീർച്ചയായിട്ടും ഇതൊരു ഭയങ്കര ഞെട്ടലാണ്. ഭാര്യയും ഭർത്താവും റെക്കോർഡ് ചെയ്ത വീഡിയോ. ഇങ്ങനെ ഇതൊരു യൂഷ്വൽ പ്രോസസ്സായി മാറിയിട്ടുണ്ടോ? എന്താ ജോളിച്ചൻ്റെ ഒരു എൻ്റെ തലയിൽ വരുന്നത് ഒറീസയിൽ, നമ്മൾ ദൂരത്തോട്ട് നിന്നുണ്ട്. ഒറീസയിൽ പോയാൽ അവിടെ ഒരു ക്ഷേത്രമുണ്ട്, കാമാഖ്യ. സോ ഇദ്ദേഹം ലോകപരിചയമുള്ള ആളാണ്. അവിടെ നിങ്ങൾ കാണുന്നതെന്ന് വെച്ചാൽ ഐ തിങ്ക് 6ാം നൂറ്റാണ്ടോ 5ാം നൂറ്റാണ്ടോ 6ാം നൂറ്റാണ്ടോ തോന്നുന്നു. അവിടുത്തെ വലിയ ഭീമാകാരമായിട്ടുള്ള കല്ലയിൽ കൊത്തിവെച്ചിരിക്കുന്ന മുഴുവൻ രതിബിംബങ്ങളാണ്, ഇണ ചേരുന്നതാണ്. അത് ഏതൊക്കെ പൊസിഷനാണോ എങ്ങനെയാണ് ഈ 64 കാമശാസ്ത്രങ്ങൾ വൃത്തിയോടെ കൃത്യതയോടെ എഴുതി വെച്ചിട്ടുള്ളതാണ്. സോ അന്നും അത് പ്രദർശന വസ്തു തന്നെ ആയിരുന്നു. ഐ എം ടോക്കിംഗ് അബൌട്ട് 5ഓ 6ഓ നൂറ്റാണ്ട്. അപ്പം നിങ്ങൾ പറയുന്ന ഈ ഇപ്പോൾ വീഡിയോയിൽ ഇറങ്ങിയതും അതിൻ്റെയൊക്കെ അങ്ങേയറ്റത്ത് ഇപ്പോഴും ആൾക്കാർ അവിടെ 100 കണക്കിന് 1000 ലക്ഷക്കണക്കിന് ആൾക്കാർ ഓരോ വർഷവും ഒറീസയിൽ പോയിട്ട് ഭുവനേശ്വറിൽ വണ്ടി ഇറങ്ങിയാൽ മതി, അവിടെ നിന്ന് ബസ് കിട്ടും, ട്രെയിൻ കിട്ടും, ഭാരതിലേക്ക് അവിടെ ഇറങ്ങിയാൽ പോകാവുന്നതാണ് ഈ സ്ഥലം. ഇത് എന്തെങ്കിലും തുടങ്ങിയിരുന്നില്ല, ഈ പ്രദർശിപ്പിക്കുക, അതിൽ നിന്നൊരു ബെനഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതെല്ലാം ലൈഫിന്റെ കാലങ്ങളായിട്ടുള്ളതാണ്. നത്തിങ് ന്യൂ. എനിക്ക് തന്നെ മനസ്സിലാവുള്ളത് പെട്ടെന്ന് ആൾക്കാർക്ക് ഞെട്ടലും രോധവും ദേഷ്യവും അരിശവും. വാട്ട് ഹാപ്പൻഡ് ദെൻ ടെമ്പിൾ ദിസ് ഹാപ്പൻ. ഞാൻ പറയുന്നത് എത്രയോ കാലഘട്ടത്തിന് മുമ്പുണ്ടത്. അതെ, സ്പെഷ്യൽ പൂജ ഉണ്ട്. ഇനി ഞാൻ ഒരുപാട് അമ്പലങ്ങളിൽ പോയ ആളാണ്, ഇന്ത്യ മുഴുവനും വിദേശങ്ങളിലും. ഈവൻ ഏഷ്യൻ കൺട്രീസിലെ സ്പെഷ്യൽ പോയാൽ അവിടെയുള്ള പൂജകളിൽ മുഴുവൻ ഒരുപാട് കാര്യങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് ഞെട്ടലും ചീറ്റലും ഉണ്ടാവില്ല. ഇവിടെ സംഭവിച്ചൊരൊറ്റ കാര്യമുള്ളൂ, വിച്ച് വി ആർ അഗെൻസ്റ്റ്. ഇണ ചേരുന്നത് ഷൂട്ട് വെച്ചത് വിചാരിച്ചിട്ട് ചിലപ്പോൾ ഞാൻ ഒരു തമാശക്കടെ പറഞ്ഞാൽ ചിലപ്പോൾ ദേ വാണ്ട് ടു സീ ദംസെൽഫ് ടു കറക്റ്റ് ദംസെൽഫ്. ഓക്കെ, അവർക്കൊരു നമുക്ക് നോക്കിക്കണ്ട് നമ്മൾ ചെയ്ത
മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്യാം, അങ്ങനെ ആവാമല്ലോ. ഞാൻ പറയുന്ന ഒരു ലളിതമായിട്ട് ബട്ട് എണയുടെ സമ്മതമില്ലാതെ ഷൂട്ട് ചെയ്യുന്നതും എണയുടെ സമ്മതമില്ലാതെ പ്രദർശിപ്പിക്കാൻ കൊടുക്കുന്നതും തെറ്റ് തന്നെയാണ്. അത് ഞാൻ അറിയിച്ചില്ല, അയാളെ വെടിവെച്ച് കൊല്ലണമെന്ന് ഞാൻ പറയുള്ളൂ. സാറേ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. സാറ് പറഞ്ഞല്ലോ ഷൂട്ട് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ കറക്ഷൻ ആണ്, അതൊരു കണ്ണാടിയുടെ മുമ്പിൽ സിമ്പിൾ ആയിട്ട് ചെയ്താൽ മാഡം എനിക്ക് അറിഞ്ഞുകൂടാ കണ്ണാടിയുടെ മുമ്പിൽ കറക്ഷനൊക്കെ നടക്കുന്നത്, എനിക്ക് അറിഞ്ഞുകൂടാ. അല്ല, പ്രതിബിംബം കണ്ട് അതാ ഞാൻ പിന്നീട് കണ്ട് കറക്റ്റ് ചെയ്യുന്ന ഞാൻ ഒരു ലളിതമായിട്ട് പറഞ്ഞു. അത് സീരിയസ് ആയിട്ട് എടുക്കല്ലേ? ഇല്ല ഇല്ല, അയ്യോ ഞാനും അല്ല, ഇതാണ് എനിക്ക് തോന്നുന്നത്. ഞെട്ടലെന്നത് ഇപ്പം എന്റെ ഫ്രണ്ട് സർക്കിളിൽ പലരുണ്ട്. ഇപ്പൊ മലയാളത്തിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടതൊക്കെ പഴയ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഓഡിയോ കുറെ റീലുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ നമുക്കത് വെറുപ്പാവാൻ തുടങ്ങി, അറപ്പാവാൻ തുടങ്ങി. റൈറ്റ്, ഇപ്പൊ പുതിയ താരങ്ങൾ ഈ തെരശ്ശീലോട്ട് വന്നിട്ടുണ്ട്, മുന്നിലോട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ദേ ആർ മേക്കിംഗ് മണി. ഐ ബിലീവ് ദേ പുട്ടിംഗ് റൈറ്റ് അക്രോസ് യൂട്യൂബ്. പിന്നെ അല്ല, യൂട്യൂബിൽ ഇട്ടിട്ട് എന്നാ പറയുന്നത്, മറ്റേ പൈസ കൊടുത്താൽ യു ഗെറ്റ് സബ്സ്ക്രിപ്ഷനിൽ ദേ ആർ ഓൾ വെരി ബിഗ് ആർട്ടിസ്റ്റ്. താരങ്ങളാണ്, മിനിമം താരങ്ങളുണ്ട്. സോ ഇറ്റ്സ് നത്തിങ് ന്യൂ ടു ദ വേൾഡ്. നിങ്ങൾക്ക് ആനയാണ് ചേരയാണെന്നൊന്നും പറയാറില്ല. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു, കാറ്റഗറിക്കലി എണയുടെ സമ്മതമില്ലാതെ ഷൂട്ട് ചെയ്ത് പ്രൊജക്ട് തെറ്റാണ്. അതിന് ഇവിടെ നിയമം ഉണ്ടോയെന്ന് സാറാണ് പറയേണ്ടത്. ഇറ്റ് മസ്റ്റ് ബി പണിഷ് എന്ന് ഞാൻ പറയുള്ളൂ. അല്ല, ഇതിന്